ഹായ് ഫ്രണ്ട്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ കുക്ക് വിത്ത് സ്തുതി. അപ്പോൾ ഇന്ന് നമുക്ക് അടിപൊളിയായിട്ട് മുട്ട വെച്ചിട്ടൊരു വെറൈറ്റി റെസിപ്പി തയ്യാറാക്കാം. കട്ടൻ ചായയുടെയൊക്കെ കൂടെ കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളി റെസിപ്പിയാണ്, മസ്റ്റ് ട്രൈ ആണ്. അപ്പം എല്ലാവരും വീഡിയോ ഒന്ന് കാണുക. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പം നമുക്ക് വേഗം തന്നെ റെസിപ്പിയിലേക്ക് പോകാം. തയ്യാറാക്കാനായിട്ട് തുടങ്ങാം. അതിനുവേണ്ടി ഞാനിവിടെ ഒരു 4 മുട്ട പുഴുങ്ങിയെടുത്തതിന് ശേഷം ഇതേപോലെ ഒന്ന് വെള്ളക്കരുവും മഞ്ഞക്കരുവും ഒന്ന് സെപ്പറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പം വെള്ളക്കരു ഇതേപോലെ രണ്ടായിട്ടൊന്ന് മുറിച്ച് പൊട്ടിപ്പോകാതെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. മഞ്ഞക്കരു ഇതേപോലെ ഒന്ന് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് സൈഡിലേക്ക് മാറ്റി വെക്കാം. അതിനുശേഷം നമുക്കിതിലേക്കുള്ള ഒരു ഇൻഗ്രീഡിയൻറ്റ് തയ്യാറാക്കണം. അതിനുവേണ്ടി മിക്സി ജാർ വെച്ചിട്ടുണ്ട്. അതിലേക്കൊരു 7-8 ചെറിയുള്ളിയാണ് ആദ്യമേ ഒന്ന് ചേർത്ത് കൊടുക്കുന്നത്. അതിനുശേഷം ഇതേപോലെ കുറച്ച് കറിവേപ്പില ഒന്ന് ചേർത്ത് കൊടുക്കുക. അതിനുശേഷം ഞാനൊരു ഇതേപോലെയുള്ള ഒരു 3 സ്പൂണ് തേങ്ങയാണ് നമുക്കിതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കുന്നത്. അതിനുശേഷം ഞാൻ ഇതേപോലെ കുറച്ച് മല്ലിയില ഒന്ന് ചേർത്ത് കൊടുക്കുക. അതിനുശേഷം ഞാൻ 1 ടേബിൾ സ്പൂണോളമുള്ള നാരങ്ങ നീരാണ് ഒന്ന് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ നമ്മളുടെ എരിവിന് ആവശ്യമായിട്ട് ഇപ്പം ഞാൻ ഇതിലേക്ക് 1 പച്ചമുളകേ ചേർത്ത് കൊടുക്കുന്നുള്ളൂ. നിങ്ങൾക്ക് വേണമെങ്കിൽ 2 എണ്ണം ചേർത്ത് കൊടുക്കുക. ഒരു 1/4 ടീസ്പൂണോളമുള്ള കുരുമുളക് പൊടി, പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഇട്ട് കൊടുക്കുക. എന്നിട്ട് നമുക്ക് ഇതെല്ലാം കൂടെ നല്ല രീതിയിലൊന്ന് ഗ്രൈൻഡ് ചെയ്തിട്ട് കൊണ്ടുവരും. അപ്പോൾ ഇവിടെ കണ്ടോ, ഞാൻ ഇതേപോലെ ഒന്ന് നല്ല രീതിയിലൊന്ന് ഗ്രൈൻഡ് ചെയ്ത് റെഡിയാക്കി കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് നമ്മൾ ആദ്യമേ തന്നെ പുഴുങ്ങി റെഡിയാക്കി വെച്ചിരുന്ന മുട്ടയുടെ ആ ഒരു മഞ്ഞക്കരുവില്ലേ, അത് നമുക്ക് ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കാം. ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ല രീതിയിൽ ഇതുമായിട്ടൊന്ന് കൈ ഉപയോഗിച്ചൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ഇവിടെ കണ്ടോ, നല്ല രീതിയിൽ ഞാനൊന്ന് മിക്സ് ചെയ്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഉപ്പൊക്കെ ഒന്ന് ചെക്ക് ചെയ്യുക. കുറവാണെന്നുണ്ടെങ്കിൽ ഇപ്പം ഞാൻ ഇതിലേക്ക് കുറച്ച് ഉപ്പും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കുക. വീണ്ടും നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്തെടുത്താൽ നമ്മളുടെ ഈ ഒരു മിക്സിങ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത്, ഞാനൊരു ബൗളിൽ 1 മുട്ടയൊന്ന് പൊട്ടിച്ചൊഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഞാനൊരു 1/4 ടീസ്പൂണോളമുള്ള കുരുമുളക് പൊടിയും കൂടെ ഒന്ന് ഇട്ട് കൊടുക്കുക. ഇട്ട് കൊടുത്തതിന് ശേഷം എല്ലാം കൂടെ നല്ല രീതിയിൽ നമുക്കൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഇവിടെ കണ്ടോ, നല്ല രീതിയിൽ ഞാനൊന്ന് ബീറ്റ് ചെയ്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അതിനുവേണ്ടി ഞാനിവിടെ ആവശ്യമായിട്ട് കുറച്ച് ബ്രെഡ് ക്രംസ് ഇതേപോലെ ഒന്ന് പൊടിച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. അതിനുശേഷം ഇതേ നമ്മുടെ ബീറ്റ് ചെയ്ത് വെച്ചിരുന്ന മുട്ടയുണ്ട്. അതേപോലെ തന്നെ ആദ്യമേ നമ്മൾ തയ്യാറാക്കി വെച്ചിരുന്ന ഈ ഒരു മിക്സും എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അതിനുവേണ്ടി നമ്മളുടെ മുട്ടയുടെ വെള്ളയില്ലേ, കീറി വെച്ചിരുന്ന മുട്ടയുടെ ഒരു വെള്ള എടുക്കുക. വെള്ളയിലേക്ക് നമ്മൾ ഇതേപോലെ ഒന്ന് പിടിച്ചതിന് ശേഷം ആദ്യമേ തന്നെ തയ്യാറാക്കി വെച്ചിരുന്ന ആ ഒരു മിക്സില്ലേ, അത് നമുക്ക് ഇതിലേക്ക് നല്ല രീതിയിലൊന്ന് ഫില്ല് ചെയ്ത് കൊടുക്കാം. ഫില്ല് ചെയ്ത് ഇങ്ങനെ ഇതേപോലെ നല്ല രീതിയിൽ തന്നെ ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കാം. ഫില്ല് ചെയ്ത് കൊടുത്തതിന് ശേഷം സൈഡൊക്കെ നല്ല രീതിയിലൊന്ന് ഒതുക്കിയതിന് ശേഷം നമുക്ക് ഇത് നമ്മളുടെ ആ ഒരു ബീറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന മുട്ടയിലേക്ക് നല്ല രീതിയിലിട്ട് ഒന്ന് കോട്ട് ചെയ്തെടുക്കുക. കോട്ട് ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് ഇനി ഇത് ബ്രെഡ് ക്രംസിലിട്ട് നല്ല രീതിയിലൊന്ന് പൊതിഞ്ഞെടുക്കണം. അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ എണ്ണയിലേക്ക് ഇടുമ്പം പൊട്ടിപ്പോകും. അപ്പോൾ നല്ല രീതിയിൽ തന്നെ നമുക്ക് ഈ ഒരു ബ്രെഡ് ക്രംസിലിട്ട് ഒന്ന് കോട്ട് ചെയ്തെടുക്കാം. ഇപ്പോൾ ഇവിടെ കണ്ടോ, നല്ല രീതിയിൽ ഞാനൊന്ന് കോട്ട് ചെയ്ത് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ബാക്കി ഇരിക്കുന്ന എല്ലാം ഇതേപോലെ ഒന്ന് കോട്ട് ചെയ്ത് റെഡിയാക്കി വെക്കാം. അതിനുശേഷം നമുക്കിനി ഇതൊന്ന് ഫ്രൈ ചെയ്യണം. അതിനുവേണ്ടി ഒരു ചീനിച്ചട്ടി വെച്ച് എണ്ണ ഒരു നല്ല രീതിയിലൊന്ന് ചൂടായി കിടക്കുക. ഇനി നമുക്കൊരു ലോ ടു മീഡിയം ഫ്ലെയിമിലേക്ക് എണ്ണ വെച്ചതിന് ശേഷം ഓരോന്നോരോന്നായിട്ട് നമുക്ക് ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കാം. ഇപ്പം ഞാനൊരു 4 എണ്ണം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിലിട്ട് തിരിച്ചു മറിച്ചു വിട്ട് ഇത് നല്ല രീതിയിൽ ഒരു ഗോൾഡൻ ബ്രൗൺ ഷെയ്ഡ് ആകുന്നിടം വരെ നമുക്കൊന്ന് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഇവിടെ കണ്ടോ, നല്ല രീതിയിലൊന്ന് റെഡിയായി, കളറൊക്കെ ഒന്ന് ചേഞ്ചായി ഈ ഒരു കളറായിട്ടുണ്ട്. ഇത് മതി. ഇനി ഈ ഒരു ടൈം ആകുമ്പോൾ നമുക്കിത് എണ്ണയിൽ നിന്നിങ്ങ് കോരി മാറ്റാമേ. ഇപ്പം കണ്ടോ, കോരി മാറ്റി നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു ടേസ്റ്റി ആയിട്ടുള്ള ഒരു മുട്ട വെച്ചിട്ടുള്ള ഒരു സ്നാക്കാണ്. മസ്റ്റ് ട്രൈ റെസിപ്പിയാണ്. നല്ല എരിവൊക്കെ കാണും. അതിൻ്റെ കൂടെ നല്ല മധുരമുള്ള ഒരു കട്ടൻ ചായയും കൂടെ ഉണ്ടെങ്കിൽ അടിപൊളിയാണ്. എല്ലാവരും തയ്യാറാക്കി നോക്കുക, ഫീഡ്ബാക്ക് തരിക. ഇതേപോലെ ഒരു പുതുപുത്തൻ റെസിപ്പിയിലൂടെ കാണുന്നിടം വരെ ബൈ ബൈ, ടേക്ക് കെയർ.